വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും എൻ പേരും. ഒരു സഹപ്രവർത്തകനാണ് സതീഷ് ബാബു കർത്തൃദാസൻ. 2 മിനിറ്റ് നമ്മോട് അനുശോചനം അറിയിക്കുന്നത്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനമുള്ള പ്രവരാസ് പാസ്റ്റർ, മറ്റ് കർത്താവിന്റെ ലൈംഗ ശുശ്രൂഷകർ, പിതാവിന്റെ വിധത്തിലായിരിക്കും പഠിക്കുന്ന പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവിന്റെ സ്നേഹത്തിൽ നിന്നെ അറിയിക്കുന്നു. വളരെ യാദൃച്ഛികമായിട്ടാണ് ഈ ദൈവ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ തൊട്ടും ദൈവം എന്നെയും സഹായിച്ചത്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ബഹുമാനമുള്ള പാസ്റ്റർ വിവരം അറിയിക്കുകയും അതിന്റെ ഫലമായിട്ടാണ് കടത്തരം ദൈവം സഹായിച്ചത്. ഒരു വാക്ക് ഞാൻ വായിച്ച് ഞാൻ എൻ്റെ പ്രബന്ധിക്കാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 29-30 വാക്യങ്ങൾ. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി ഈ സർവ്വജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു സംഭവമാണ്. ശിമയോൻ എന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ കർത്താവിനെ കാണുന്നതിന് മുമ്പേ മരിക്കില്ല എന്നുള്ള വാഗ്ദത്തം ലഭിക്കപ്പെട്ടതിന്റെ ഫലമായിട്ട് കർത്താവിനെ കാണുവാനായി കാത്തിരുന്ന ശിമയോനെ, ശിശുവായിരുന്ന യേശുവിനെ ദേവാലയത്തിൽ അമ്മയപ്പന്മാർ കൊണ്ടുവരുന്ന അവസരത്തിൽ നമ്മുടെ കൈകളിലെടുത്ത് പറഞ്ഞ വാക്കാണ് നാം വായിക്കുവാനിടയായിത്തീരുന്നത്. കൈകളിലെടുപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, തന്റെ ഹൃദയത്തിൽ യേശുവിനെ എടുത്തതിന് തുല്യമാണ്. പിതാവ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ യേശുവിനെ തന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനും ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള രക്ഷ ശിമയോൻ കണ്ടതുപോലെ തന്നെ ആ വലിയ രക്ഷ പ്രിയപിതാവിനും കാണുവാൻ ദൈവം സഹായിച്ചു. ഒരു മനുഷ്യൻ കർത്താവിനെ കാണാതെയും കർത്താവിനെ ഹൃദയത്തിൽ വഹിക്കാതെയും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുക എന്ന് പറയുമ്പോൾ അതോട് വലിയ നഷ്ടം തന്നെയാണെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് തന്നെയായാലും പ്രിയവാത്സല്യ പിതാവിന് ഈ ഭൂമിയിൽ ജനിക്കുവാനും ഈ ഭൂമിയുടെ മനോഹരത്വം കാണുവാനും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ യേശുവിനെ തന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനും ആ വചനപ്രകാരമുള്ള രക്ഷ തന്നെ കണ്ടെത്തുവാൻ ദൈവം സഹായിച്ചു. ഇപ്പോൾ താൻ പ്രത്യാശയോടെ കാത്തിരുന്ന ആ പിതാവിന്റെ സന്നിധിയിലേക്ക്, താൻ പ്രിയം വെച്ച രാജ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ ദൈവം തന്നെ വിളിച്ചേർക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഇന്ന് പ്രിയ പിതാവിൻ്റെതായിരിക്കുന്ന ദുഃഖത്തിൽ, വേർപാടൽ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കാരക്കൊണ്ണം യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ പേരിലും നാറാണി സെന്റ് ജെയിംസ് ബിലിവേഴ്സിനും നന്ദി, അനുശോചനവും ദുഃഖവും സമയറിയിച്ച് നിർവഹിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. തുടർന്ന് മണ്ണന്തലയിൽ ശുശ്രൂഷനായിരിക്കുന്ന പ്രിൻസിപ്പൽ ജോൺ അവர்கள் ചുരുക്കം ചില വാക്കുകളിലൂടെ ദൈവവചനത്തിന്റെ കാതലായ കാര്യം ഓർപ്പിക്കും. അതിനുശേഷം നമ്മുടെ സാറ് പ്രാർത്ഥിച്ച ശേഷം നമുക്ക് അങ്ങോട്ട് നീങ്ങാനായി സാധിക്കും. ഇപ്പോൾ പ്രിയ പ്രിൻസിനെ സ്വാഗതം ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഭൗതിക ശരീരം വിശുദ്ധന്മാർക്ക് ഉചിതമായ നിലയിൽ സംസ്കരിക്കുന്നതിനാണല്ലോ നാം ഇവിടെ ആയിരിക്കുന്നത്. തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്ന് ചില വാക്യങ്ങൾ അതിനോട് ബന്ധത്തിൽ വായിക്കട്ടെ. 4-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. കർത്താവിന്റെ പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തില് നാം ചിന്തിക്കുമ്പോൾ, അതുപോലെ ദൈവമക്കളായ നമ്മുടെ പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഇവിടെ അനുഗ്രഹീതമായ ആത്മീക സത്യങ്ങളാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് രേഖപ്പെടുത്തുന്നത്. പ്രാരംഭ വാക്യത്തിൽ നാം കാണുന്നുണ്ട്,
സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പൗലോസ് ആ വിശ്വാസികളോടുള്ള ബന്ധത്തില് അവരെ വിട്ടുപിരിഞ്ഞ ആ ആളുകളെ സംബന്ധിച്ച് അവർ ദുഃഖിച്ചിരുന്ന ഒരു സമയത്ത് അവരുടെ ദുഃഖം മാറ്റുന്നതിനാവശ്യമായ ആലോചനകളാണ് ദൈവത്തിന്റെ ആത്മാവ് നൽകിയത്. ഇവിടെ വായിക്കുന്നുണ്ട്, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ. രണ്ട് വിഭജനങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒന്ന് പ്രത്യാശയുള്ളവർ, മറ്റൊന്ന് പ്രത്യാശയില്ലാത്തവർ. താഴോട്ട് നാം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട്, ക്രിസ്തുവിൽ മരിച്ചവർ, അങ്ങനെ മരിക്കാത്തവർ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ദുഃഖിക്കാതിരിക്കുവാൻ ലഭിക്കേണ്ട 4 അറിവുകളെ കുറിച്ച് നമുക്ക് ഈ വേദഭാഗത്തുണ്ട്. ആ വാക്കുകൾ മാത്രം ചൂണ്ടിക്കാണിച്ച് ഞാൻ എന്റെ ശുശ്രൂഷ വിരമിക്കട്ടെ. ഒന്നാമത്, എന്തുകൊണ്ടാണ് നമുക്ക് ദുഃഖിക്കുവാൻ ആവശ്യമില്ലാത്തത്, അല്ലെങ്കിൽ പ്രത്യാശ ഇല്ലാത്തവരെ പോലെ നാം ആയിരിക്കുവാൻ പാടില്ലാത്തതിന്റെ ഒന്നാമത്തെ കാരണം അത് ദൈവവചനത്തിന്റെ മാഹാത്മ്യം കൊണ്ടാണ്. ഇവിടെ അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്നു. ഈ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് ദൈവവചനത്തിന്റെ വെളിപ്പാടാണ്. മാത്രമല്ല 18-ാം വാക്യത്തിൽ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ എന്ന് നാം വായിക്കുകയാണ്. അപ്പോൾ ദൈവവചനത്തിന്റെ വെളിപ്പാടാണ് നമ്മുടെ പുനരുത്ഥാനത്തിന്റെ ശക്തി എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ആ വെളിപ്പാട് നമുക്ക് എങ്ങനെ ലഭിച്ചത്? യേശു ക്രിസ്തുവിലൂടെയാണ് ആ വെളിപ്പാട് നമുക്ക് ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. രണ്ടാമത്, നമുക്ക് ദുഃഖിക്കുവാൻ ആവശ്യമില്ലാത്തതിന്റെ രണ്ടാമത്തെ കാരണം 15-ാം വാക്യത്തിലാണ്, 14-ാം വാക്യത്തിലാണ്. അവ വായിക്കുന്നത്, യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് വിശ്വസിക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു ക്രിസ്തു മുഖാന്തരം മടക്കി വരുത്തും, അല്ലെങ്കിൽ വരുത്തുമെന്ന് നാം കാണുകയാണ്. പ്രിയ കർത്താവിന്റെ ദാസന്റെ ഭൗതിക ശരീരം ഈ മണ്ണിനെ നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരു മടങ്ങി വരവുണ്ട് എന്നുള്ളത് അത് ഓർപ്പിക്കുകയാണ്. ഒരു റിട്ടേൺ ഉണ്ട്, ഒരു മടങ്ങി വരവുണ്ട്. സങ്കീർത്തനങ്ങളാണല്ലോ വായിക്കുന്നത്, അവൻ മർത്യനെ പൊടിയിലേക്ക് ചേരുമാറാക്കുന്നു. തുടർന്ന് വായിക്കുന്നത്, മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുവൻ എന്നുള്ള ദൈവിക ശബ്ദം കേൾക്കുവാനായിട്ട് ഇടയായി തീരും. ഇത് എന്നേക്കുമായി നാം പൊടിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് അത് അനന്തകാലം അങ്ങനെ പോവുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഒരു മടങ്ങി വരവ് അവശേഷിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ പ്രത്യാശ ഉണർത്തുന്ന അനുഗ്രഹീത കാര്യമാണ്. മൂന്നാമത് 16-ാമത്തെ വാക്യത്തിലാണ് നാം കാണുന്നത്. മൂന്നാമത്തെ ആശയം, എന്തുകൊണ്ട് നാം ദുഃഖിക്കുവാനായിട്ട് ആവശ്യമില്ല എന്നുള്ളത് ഓർപ്പിക്കുന്നു. അവിടെ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് അവശേഷിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ദുഃഖമില്ലാത്തത്. നിദ്ര എന്നുള്ള വാക്ക് പ്രിയ കർത്താവിദാസൻ ശുശ്രൂഷ ഓർപ്പിക്കുകയുണ്ടായല്ലോ. പ്രിയപ്പെട്ടവരെ, ഒരു ഉയർത്തെഴുന്നേൽപ്പ് ശേഷിക്കുന്നുണ്ട്. എന്താണ് അതിന്റെ അടിസ്ഥാനം? യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. കൊരിന്ത്യർ വായിക്കുന്നു, ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ആദ്യഫലമായിട്ട് ഉയർത്തെഴുന്നേറ്റു. ആദ്യം ക്രിസ്തുവിൽ ഉള്ളവർ, ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, അതിനുശേഷം ക്രിസ്തുവിന് ഉള്ളവർ എന്നാണ് നാം വായിക്കുന്നത്. ആ നിരയിൽ അടുത്തത് വരുന്നത് ക്രിസ്തുവിനുള്ളവർ. ഈ പ്രിയ പിതാവിന്റെ ഭൗതിക ശരീരം നാം മണ്ണിനേൽപ്പിച്ചു കൊടുക്കുമ്പോൾ അന്ത്യനാഗളനാഥത്തെങ്കിൽ ഈ ശരീരം ഇവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാൻ, ഒരു ശരീരം പ്രാപിച്ച് ഉയർത്തെഴുന്നേൽക്കുവാനായിട്ട് ഇടയായിത്തീരും. അതിന്റെ അടിസ്ഥാനം യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല എന്ന് നാം വായിക്കുന്നു. റോമാലേഖനം 8:11 അവിടെ നാം വായിക്കുന്നു, യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ അതേ ആത്മാവ് കൊണ്ട് നമ്മൾ അധിവസിക്കുന്ന അതേ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കുമെന്നുള്ള ഉറപ്പ് നമുക്കുണ്ട്. ഒരു പുനരുത്ഥാനത്തിന്റെ ഉറപ്പ് നമുക്കുണ്ട്. ഒടുവിലായി 18-ാം വാക്യത്തിൽ 17-ാം വാക്യത്തിന്റെ ഒടുവിൽ നാം കാണുന്നത്, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. ഒരു വലിയ റീയൂണിയൻ, ഒരു കൂടിച്ചേരൽ. ഇങ്ങനെ നാം എല്ലാവരും കർത്താവിനോട് കൂടെ ആയിരിക്കും. ഈ പ്രിയ പിതാവ് മാത്രമല്ല, അന്ന് ഈ പിതാവിനെ നാം മുഖാമുഖമായി കാണും. മാത്രമല്ല, എല്ലാ വിശുദ്ധന്മാരോടും കൂടെ ചേർന്ന് നാം കർത്താവിനോട് കൂടെ ആയിരിക്കും. ആ മഹൽ സഭയിൽ നാം എല്ലാവരും ചേർന്ന് വരുന്ന ഒരു ദിവസം. അതാണ് നമ്മുടെ പ്രത്യാശ. ഈ 4 ആശയങ്ങൾ തിരുവനന്തപുരത്ത് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ, പ്രത്യാശയോടെ ഈ ഭൗതിക ശരീരം മണ്ണിനേൽപ്പിക്കാം. നമുക്ക് അനുഗ്രഹീതമായ പ്രത്യാശ കർത്താവിന്റെ വചനത്തിലൂടെ നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരു മടങ്ങി വരവിന്റെ പ്രത്യാശ നമുക്കുണ്ട്. ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രത്യാശയുണ്ട്. മാത്രമല്ല, സ്വർഗത്തിൽ കർത്താവിനോട് കൂടെ എന്നേക്കും നാം ആയിരിക്കുമെന്നുള്ള ആ വലിയ ഒരു റീയൂണിയന്റെ ഒരു പ്രത്യാശ നമുക്ക് നൽകിയതുകൊണ്ട് ഈ വാക്കുകൾ
ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ, ധൈര്യപ്പെടുത്തട്ടെ. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കേൾക്കപ്പെട്ടാവിനെ ഓർത്തുകൊണ്ട് പ്രിയ ജോർജ് സാറിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അൻപുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഒരു സമയം തിരുമുഖത്തേക്ക് നോക്കുവാൻ അവിടുന്ന് അനുവദിച്ചു. അവിടുത്തെ വചന മുഖാന്തരം നൽകി തന്ന പ്രത്യാശ ഞങ്ങൾക്കും കർത്താവിനെ എതിരേൽക്കാം. ഞങ്ങളുടെ സഹോദരൻ കടന്നു പോയിരിക്കുന്നു. ആ സ്ഥലത്ത് ഞങ്ങൾ ഒരു ദിവസം വരും, കർത്താവിനെ എതിരേൽക്കും. ആ പ്രത്യാശയിൽ ധൈര്യപ്പെടുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിച്ചിരിക്കുകയാൽ സ്തോത്രം ചെയ്യുന്നു. ദുഃഖത്തിലായിരിക്കുന്ന മക്കൾക്കും കുടുംബങ്ങൾക്കുമായിട്ട് ഞങ്ങൾ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവിൻ്റെ ദാസന് കഴിഞ്ഞ 10 പതിറ്റാണ്ടുകളിൽ കൊടുത്ത ശുശ്രൂഷയും വേലയും ഓർത്ത് തിരുനാമയ്ക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. വിശ്രമത്തിനുള്ള സമയമായി എന്ന് സ്വർഗം നിശ്ചയിച്ചപ്പോൾ ആ സന്നിധാനത്തിലേക്ക് വിളിച്ചു ചേർത്തു. ഭവനത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു. കാരണം അവിടുന്ന് സർവാശ്വാസകനായ ദൈവമാണ്. ആകയാൽ ആ ആശ്വാസത്തോടു കൂടി വിശേഷിച്ചും ഇനി തീർച്ചയായിട്ടും മേഘങ്ങളിൽ എതിരേൽക്കുമ്പോൾ കാണും എന്നുള്ള പ്രത്യാശയോടുകൂടി കർത്താവെ അവിടുന്ന് നൽകിയിരിക്കുകയാൽ തിരുനാമത്തിന് സ്തോത്രം. കരങ്ങളിൽ ഭവനത്തെ ഭരമേൽപ്പിക്കുന്നു, ശുശ്രൂഷയെ ഭരമേൽപ്പിക്കുന്നു. സമസ്തവും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ അതുല്യമുള്ള നാമത്തിൽ സ്വർഗീയ പിതാവേ, താഴ്മയും വിനയവുമായി യാചിക്കുന്നു. കൃപയോടെ കെട്ടുത്തരം അരുളുമാറാകണമേ. ശോഭയുള്ളൊരു നാടുണ്ടത്, കാണമേ ദൂരവിശ്വാസത്താ, താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ. ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് വേഗം ഭംഗിയേറിയ തീരത്തിൽ നാം ശോഭന നാട്ടിൽ പാടും. വാഴ്ത്തപ്പെട്ടവരുടെ സംഗീതം ഗീതം രോദനമങ്ങില്ലല്ലോ. നിത്യം സൗഭാഗ്യമാത്മാക്കൾക്ക് വേഗം നാം ചേർന്നിടും. ഭംഗിയേറിയ ആ തീരത്ത് വേഗം നാം ചേർന്നിടും. ഭംഗിയേറിയ തീരത്ത് സ്നേഹമാം സ്വർഗത്താതനുടെ സ്നേഹദാനത്തിനും നാൾക്കുനാൾ വീഴ്ചയെ തരും നന്മയ്ക്കും കാഴ്ചയായി നാം സ്തോത്രം പാടും. വേഗം നാം ചേർന്നിടും. ഭംഗിയേറിയ ആ തീരത്ത് വേഗം നാം ചേർന്നിടും. ഭംഗിയേറിയ തീരത്ത്. നമുക്ക് ഈ സമയത്ത് കർത്താവിന്റെ മുഖം നോക്കി പ്രത്യാശയോടെ നിൽക്കുവാനിടയാക്കി ദൈവത്തെ സ്തുതിക്കുന്നു. കാലഘട്ടത്തിലുള്ള ബന്ധത്തിൽ ദൈവജനത്തിന്റെ ഒരു വേർപാട് സംഭവിക്കുമ്പോൾ ഭൗതികമായ ശരീരം മറവിയാനായിട്ടൊരു സംവിധാനം ഒരുക്കുവാൻ കർത്താവ് സഹായിച്ചു. 7 വർഷം കൊണ്ട് അനേക ദൈവമക്കൾ പ്രാർത്ഥിക്കുകയും കണ്ണുനീരൊക്കെയും ചെയ്തതിന്റെ ഫലമാണ് ഇതിന്റെ 1ാമത്തെ
ഇച്ചിരി വലുതായതുകൊണ്ടാണ് ഓപ്പൺ ചെയ്യാത്തത്. ഈ രണ്ടാമത്തെ അറയിൽ പ്രിയപ്പെട്ട പിതാവിനെ നമ്മൾ സംസ്കരിക്കുന്നു. ഇതിന്റെ അങ്ങോട്ടും ഒരു 6 അറയുണ്ട്, അത് നമ്മൾ മറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഓർപ്പിക്കുന്നത്, ദൈവമക്കൾ മരിച്ചാൽ അല്ലെങ്കിൽ സാധുക്കളായ പ്രിയപ്പെട്ടവരും മരിച്ചാൽ ഒരു സംവിധാനം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്ത ഈ കാര്യമാണ്. ഇപ്പോൾ ഞാൻ ആ ഭാഗത്ത് കടക്കുന്നില്ല. ഒരു പൊതു അറിവിന് വേണ്ടി ഞാൻ കാര്യം പറഞ്ഞിട്ട് ഞാൻ ശുശ്രൂഷയിൽ കടക്കുന്നു. ഗുരുത ലേഖനം 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ നിന്നിട്ട് വാക്യം വായിക്കുകയാണ്. 15-ാം അധ്യായത്തിന്റെ 35 മുതൽ 49 വാക്യം ഞാൻ വായിക്കും. പക്ഷേ ഒരുവർ മരിച്ചവരെങ്ങനെ ഉയർക്കുമെന്നും ഏതുവിധം ശരീരത്തോട് വരുന്നത് ചോദിക്കുമ്പോൾ, ഈ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയും മറ്റു വല്ലതിന്റെയും വെറും മണിയത്രയും വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഒരേ വിത്തിന് അതിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസം ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലിയുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രം തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചോടെ പുനരുത്ഥാനം തന്നെ ദേവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്തിൽ ഉയർക്കുന്നു, അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു, ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മശരീരവുമുണ്ട്. 1-ാം മനുഷ്യനായ ആദാം ജീവൻ ദേഹിയായി തീർന്നു എഴുതിയിരിക്കുന്നത് പോലെ ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്നു. എന്നാൽ ആത്മീയമല്ല, പ്രാകൃതമത്ര 1-ാമത്തത്. ആത്മീയം ദിനത്തിൽ വരുന്നു 1-ാം മനുഷ്യൻ. ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ 2-ാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവന്റെ മണ്ണ് പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയന്മാരെ പോലെ സ്വർഗീയന്മാരും ആകും. നാം മണ്ണുകൊണ്ടുള്ളതിന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. കഴിഞ്ഞ 83 വർഷക്കാലം വയനാട്ടിൽ ജീവിക്കുകയും തന്റെ മക്കളെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയും സായന്റെ വേളയിൽ കർത്താവിന്റെ വേലക്കാരനായ പ്രിയ സഹോദരന്റെ വീട്ടിൽ രാപാർത്തും പാടിയും പ്രാർത്ഥിച്ചും സ്തോത്രം ചെയ്തും കഴിഞ്ഞ കർത്തൃഭൃത്യൻ തന്റെ ജീവിതത്തിന്റെ സമയത്തിന്റെ കഴിഞ്ഞ ദിവസം കാണാനും താനുമായിട്ട് സംസാരിക്കുവാനിടയായി തോന്നുന്നു. എനിക്ക് വളരെ പ്രത്യാശ ഉണ്ടായിരുന്നു. ഈ യോഗത്തിൽ മാറ്റപ്പെട്ടു പോയാൽ എന്റെ മക്കൾ ശുശ്രൂഷ ചെയ്യുന്നു, ഞാൻ നിത്യതയിലുണ്ടെന്നുള്ള ധൈര്യം എനിക്കുണ്ട്. കഴിഞ്ഞ ദിവസം കർത്താവിലേക്ക് എടുക്കപ്പെട്ടു. തന്റെ ഭൗതിക ശരീരം ഇവിടെ വളയാനായിരിക്കും ദൈവം ഞാൻ ചിന്തിക്കുകയാണ്. സാധാരണ പാടുമല്ലോ, ഒരിടത്ത് ജനനം, ഒരിടത്ത് ജനനം, ഒരിടത്ത് മരണം, ചുമലിൽ ജീവിതമായി നോക്കുക. ഒരിടത്ത് ജനിച്ചു, മറ്റൊരിടത്ത് മരിച്ചു. ഇതിന്റെ ജീവിതഭാരത്തിൽ നേരത്തെ കേട്ട പോലെ കർത്താവിനെ കണ്ടുമുട്ടി. ഈ സ്ഥലം തന്റെ വിശ്രമത്തിനായി കണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വായിക്കുന്നു, ദൈവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അന്തരത്തിൽ ഓർക്കുവാൻ പോവുകയാണ്. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഓർക്കുവാൻ പോകുന്നു. ബലഹീനത വിതയ്ക്കപ്പെടുവാൻ പോകുന്നു, ശക്തിയിൽ ഉയർക്കുവാൻ പോകുന്നു. ഈ ശരീരം നമ്മളും കൂടെ നിറവ് ചെയ്യുവാൻ പോവുകയാണ്. ഒരു ദിവസം കർത്താവിന് വരുമെങ്കിൽ തേജസ്സിൽ ഉയർക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ നമുക്ക് ഈ സ്ഥലത്തേക്ക് ബോഡി താഴ്ത്തി വയ്ക്കാം. അതിനുശേഷം വേദഭാഗം വായിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ബോഡി താഴെ വയ്ക്കാം. വളരെ ശ്രദ്ധിച്ച് ഞാൻ മാറി നിൽക്കണം. സൂക്ഷിച്ച് വേണം കയറി നിന്ന് പുറച്ചിറക്കും. പാട്ട് പാടിക്കും. എന്റെ യാത്ര തീരുവാനാകെ നേരം മാത്രം, എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്ക്. 5-ന്റെ ഒരു വാക്ക് വായിക്കാം. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരായിട്ട് അവകാശമാക്കാൻ കഴിയില്ല. ദൈവത്വത്തെ അവകാശമാക്കുന്നവർ പറയുന്നു. ഒരു മർമ്മങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാലത്തികൾ പെട്ടെന്ന് കണ്ണിവെക്കൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധരിക്കും, മരിച്ച രക്ഷകനായി ഓർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ള ദ്രവത്വത്തെയും ഈ മറ്റുമായ അമൃതത്തെ ധരിക്കണം.
ഈ ജപത്വമുള്ള തത്വത്തെയും മധ്യമായ അമൃതത്തെ ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നുള്ള വചനം നിവൃത്തിയാകും. കേൾവെണ്ണമേന്തിന്റെ ജയമ്പോടെ, കേൾവെണ്ണമേന്തിന്റെ വിഷമുള്ളവിടെ, മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ ഈ ഭൂമിയിൽ ജീവിച്ച കർത്താവിന്റെ ദാസൻ മരണത്താൽ മാറ്റപ്പെട്ടിരിക്കുന്നു. മരണത്തെ ജയിച്ച ഒരാളേ ഉള്ളൂ, കർത്താവാണ്. കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ, കർത്താവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഈ സ്ഥലത്ത് ഞാൻ ഓർത്തെഴുന്നേറ്റ് വരും. ദൈവത്തിന് സ്തോത്രം. തന്റെ പുതിയ ശരീരത്തിന്റെ വിശ്രമത്തിനായിരിക്കുക ഈ സ്ഥലം ദൈവദൂതന്മാരാൽ കാക്കപ്പെടുവാനായിട്ട് മരണം നീങ്ങി ജയം വന്നെന്നുള്ള ഒരു വചനം നിവൃത്തിയാകുവാൻ അധികം താമസിയാതെ പോവുകയാണ്. നിങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇതിലേക്കായി ഒരുങ്ങണം എന്ന് ഓർപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ സഭാപ്രസിഡന്റ് പുസ്തകം ഒരു വാക്യം വായിച്ചിട്ട് ഞാൻ ശുശ്രൂഷ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. പൊടിപണ്ടായിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിനടുക്കലേക്ക് മടങ്ങിപ്പോകും. ദൈവ മനുഷ്യനെ മണ്ണെടുത്ത് അക്കത്തിരിക്കാൻ ഈ ശരീരത്തെ മണ്ണിന് മണ്ണായും ചാരത്തിന് ചാരമായും ഭൂമിയെ ഏൽപ്പിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അടിയങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. ഈ സ്ഥലത്ത് അനേക വർഷങ്ങളായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു വന്ന ഈ സെമിത്തേരി സംരംഭം ആരംഭം കുറിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ച എല്ലാ കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഇതിനുവേണ്ടി പ്രാർത്ഥിച്ച, അധ്വാനിച്ച, സഹകരിച്ച, സഹായിച്ച എല്ലാ ദൈവദാസന്മാർക്കായി, കുടുംബങ്ങൾക്കായും സഭകൾക്കായും ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നിങ്ങൾ ഓർത്തുപോലെ വാത്സല്യ പിതാവ് 85 വർഷക്കാർ ഈ ഭൂമിക്ക് ഈ അവസരം നൽകി രക്ഷിക്കപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ, ദൈവസഭയോട് ചേർന്ന് ദൈവത്തെ ആരാധനവാക്യത്തിനാണ് സ്തോത്രം. കുടുംബം നൽകി, മക്കൾ നൽകിയ മക്കളെയൊക്കെ കർത്താവ് വേലക്കാർ സമർപ്പിക്കാതെ വെളിയാക്കി സ്തോത്രം ചെയ്യുന്നു. വിശ്രമത്തിലേക്ക് താനിപ്പോൾ കർത്താവിലേക്ക് എത്തിയിരിക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഭൗതിക ശരീരം ഈ സമയത്തേക്ക് സംസ്കരിപ്പാൻ ദൈവം ഇടയാക്കി. ഈ ശുശ്രൂഷ ഇത്രത്തോളം അനുഗ്രഹം നടക്കുന്ന ദൈവിച്ച എല്ലാ കൃപകൾക്കായും നന്ദിയോട് സ്തോത്രം. സംബന്ധിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ആരെങ്കിലും പ്രത്യാശയില്ലാത്തവരുണ്ടെങ്കിൽ, കർത്താവിന്റെ വഴി എടുക്കപ്പെടാത്തവരുണ്ടെങ്കിൽ സംബന്ധിച്ച് മുഖാന്തരം യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവിനെ സ്വീകരിച്ച് പ്രത്യാശ തീരുവാൻ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സ്ഥലം അവൻ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. കർത്താവിന് വരുന്ന കർത്താവ് ശബ്ദം കാരണം കേൾക്കുമ്പോൾ ഉയർത്തെഴുന്നേൽക്കും നിങ്ങളോടൊപ്പം കാണുന്നുള്ള പ്രത്യാശയോടെ ഞങ്ങൾ പിന്നെ ഈ മണ്ണിലേക്ക് എത്തിക്കട്ടെ. ഇത്രത്തോളം സഹായിച്ചിരിക്കാൻ സ്തോത്രം. ശുശ്രൂഷിക്കാൻ അവിടുത്തെ മക്കളൊക്കെ ബലപ്പെടുത്തി ഞാൻ സ്തുതിക്കുന്നു. വേർപാടൊക്കെ കഴിഞ്ഞ പ്രിയ അമ്മച്ചി, മക്കൾ, മരുമക്കൾ, കൊച്ചുകൾ എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങൾ സഹായിച്ചിരിക്കാൻ സ്തോത്രം. തുടർന്ന് എല്ലാവരും ആശ്വസിപ്പിച്ച് വഴി നടത്തണമേ. ശേഷിച്ച് എല്ലാവരും മടങ്ങിപ്പോകുമ്പോൾ കൃപയെ സൂക്ഷിക്കും. ഞങ്ങൾ എല്ലാവരും കർത്താവിൽ പ്രത്യാശയോടെ ജീവിപ്പാൻ കൃപ ചെയ്യണമേ. മാനവ മഹത്വം സ്തുതി സ്തോത്രം അങ്ങേക്ക് അർപ്പിക്കുന്നു. വേഗം വീണ്ടും വരുന്ന യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണം സ്വർഗസ്ഥ പിതാവേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സംസർഗം കൂട്ടായ്മയും അടിയങ്ങളോടും വേർപാടുക്കത്തിലുള്ള പ്രിയപ്പെട്ടവരോടും ഭൂലോകത്തിലെ എല്ലാ വിശുദ്ധന്മാരോടും ഇന്ന് വന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. ദൈവത്തിന് സ്തോത്രം പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇവിടെ നിങ്ങൾക്കൊരു ചായ ക്രമീകരിച്ചിരിക്കുന്നു, അത് കഴിച്ചിട്ടേ പോകാവൂ. പ്രത്യേകിച്ച് മണ്ണിടുന്നവർക്കിടാം, മണ്ണ് ഇടുന്നവർക്കിടാം. അതുപോലെ സോണിന്റെ വീട്ടിൽ അവിടെ ഒരു ഭക്ഷണം ക്രമീകരണം ചെയ്തിട്ടുണ്ട്, അതും താല്പര്യപൂർവ്വം കഴിക്കണമെന്നും പ്രത്യേകിച്ച് ഇവിടെ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഭവനത്തിൽ ഭക്ഷണം നിർവഹിച്ചുകൊണ്ട് പിന്നെ വന്ന് പ്രാർത്ഥിച്ച് പോകാമെന്ന് ഓർപ്പിക്കുന്നു.